എന്താണ് ഇങ്ങനെ ഇരുന്നിട്ട് ചിന്ത? പറയ്, എന്താ കാര്യം? ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു വലിയ വീട്ടില് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ സാധാരണ പുള്ളിക്കാരന്റെ കൂടെ ആയിരുന്ന സമയത്ത് ഈ നേരത്തൊക്കെ ഭയങ്കര പണിയായിരിക്കും. വീട്ടിലെ ജോലിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോ അതിനൊരു അടിയും കിട്ടിയിട്ടിരിക്കും. അതൊക്കെ കൂടി ആലോചിച്ചപ്പോ എന്തോ നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളെ കൂടെ കൂടിയതിന് ശേഷം ഞാൻ വല്ലാത്തൊരു ഭാഗ്യവതിയാണെന്ന് തോന്നുന്നു. ഇത്രയും കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർക്കൊന്നും വേണ്ടാത്തൊരു പടപ്പായിരുന്നു ഞാൻ. അള്ളാഹ്ക്കും വേണ്ടാത്ത പടപ്പാണല്ലോ. ഇപ്പൊക്ക് തോന്നുക ഞാൻ ശരിക്കും അള്ളാഹ്ക്ക് വാല്യൂ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ടായിരിക്കും എൻ്റെ വിഷമം കണ്ടറിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അവിടെ ആദ്യം നല്ല മർദ്ദനം തന്നെയായിരുന്നു. ഓഹ്, ആൾക്കാരൊന്നും പറയണ്ട. എന്തിനും ഏതിനും അടിയാ. അടി മുന്നിലുണ്ടാവും. പറഞ്ഞാ കുറ്റം, ചെയ്താ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ള ചിന്താഗതി ഒന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ലൈഫില് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയാ ദാമ്പത്യ ജീവിതം. പക്ഷെ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്ത് ചെയ്യുന്നതും അപ്പൊക്ക് മനസ്സിലായി ഇതാണ് ശരിക്കുള്ള ലൈഫ്. അതായത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നിന്റെ ആദ്യത്തെ വിവാഹത്തിന്റെ കുറെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നീ എന്നോട് പറയുന്നത്. അതുപോലെ എൻ്റെ ആദ്യത്തെ കല്യാണം, അതിന്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പരസ്പരം അറിയുക എന്നുള്ളൊരു സംഭവം ഉണ്ട് അവിടെ. പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയും ഉള്ള സ്ഥലത്താണല്ലോ നമ്മൾ പലതും തുറന്നു പറയും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പുരുഷൻ ഒരിക്കലും, അതെങ്ങനെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അയാളുടെ ഭാര്യയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ എങ്ങനെയാണ് കഴിയുക? അതെങ്ങനെ തോന്നുന്നത്? അല്ലെങ്കിൽ മാനസികമായിട്ട് ഉപദ്രവിക്കാൻ കഴിയണത് എങ്ങനെ? അത് എനിക്കൊക്കെ പെട്ടെന്ന് സെന്റി വർക്കൗട്ട് ആവുന്ന ആളാണ് ഞാൻ. സെന്റി അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആരും ആരുടെയും അടിമയൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുക, അതെങ്ങനെ അതൊക്കെ എങ്ങനെ ടോളറേറ്റ് ചെയ്തു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഉമ്മയിപ്പം അത്ര നല്ല രസമുള്ള ജീവിതം എന്നല്ല ജീവിച്ചു തീർത്തുണ്ടായിരുന്നത്. ശരിക്കും പറയാച്ചാല് ഉമ്മയിപ്പം സന്തോഷത്തില് സംസാരിക്കണതോ നമ്മളിതുപോലെ ഇരുന്ന് യാത്ര ചെയ്യണതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ പിന്നീട് എനിക്ക് കിട്ടിയ ഒരു ലൈഫും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ പട്ടാളച്ചിട്ട, അനങ്ങാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. പിന്നെ അയാൾക്ക് പെണ്ണ് എന്ന് പറഞ്ഞ ഒരു അടിമ വസ്തുവാണ്. അവൻ എന്താണോ കൽപ്പിക്കണത് അത് ഞാൻ ചെയ്തോളാം. അതായത് എനിക്ക് ഒരാളോട് സംസാരിക്കാൻ വരെ റേഷനാ. അടുത്ത ആൾക്കാരോട് മിണ്ടാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. എനിക്ക് എൻ്റെ പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അതിലാണ് പുള്ളിക്കാരൻ കത്തിവെക്കുക. അതായത് ഞാനിപ്പോ എന്തെങ്കിലും എഴുതിയേ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോ അതിനെയാണ് ആദ്യം നശിപ്പിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളതിനെ കിട്ടാൻ വൈകിപ്പോയി, നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യവതി നീയാണ്. സംഗതി സത്യം, നിന്നെ കിട്ടിയതിൽ ഞാനും അങ്ങേയറ്റം സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്താ വെച്ചാൽ എൻ്റെ ഭാര്യ മരിച്ചുപോയത് എനിക്കിപ്പോഴൊന്നും അത് ഉൾക്കൊള്ളപ്പോഴും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഏറ്റവും ഞാൻ കണ്ടതിൽ എൻ്റെ ഉമ്മ കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ലൊരു പെണ്ണായിരുന്നു എൻ്റെ ഭാര്യ. അവളൊരു ഭാര്യ എന്നുള്ളതല്ല, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഭാര്യ ആയിരുന്നത് കൊണ്ട് പറയണല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്തരം ഇതൊന്നും ഇല്ലാത്ത സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ഭാര്യമാരുടെ കുറ്റം എന്ന് പറയുന്നതും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ആഹ്ലാദിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് അവൾ എന്നെ വിട്ടു പോയത്. അവൾ എന്നെ വിട്ടു പോയത് കൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടിയത്. പക്ഷെ അതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവളുടെ ആ പോക്ക് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് പറ്റണില്ല.
അത് അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ടാണ് അത് കുറച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫായിരിക്കും എന്നാ വിചാരിച്ചത്. സന്തോഷായിരിക്കും. കാരണം നമ്മുടെ ഒരു ബിഹേവ് കാണുമ്പോൾ നമ്മുടെ അതർ സൈഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ അയാളുടെ കുടുംബത്തെ എങ്ങനെയാണ്, ഒരു പോസിറ്റീവ് വൈബായിരിക്കും നമുക്ക് തോന്നുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, അതിന് വേറൊരു കാര്യം പിന്നീടാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഫാമിലിയില് നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവും റെസ്പെക്ട് ചെയ്തിട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല, പരസ്പരം അറിയുക എന്നുള്ളതാണ്. പരസ്പരം മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിക്കുക. അപ്പോഴാണ് ഭാര്യയും ഭർത്താവും അതൊരു കുടുംബമാവുന്നത്. അല്ലാതെ ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഒരു ഭാര്യ, ഭാര്യ പറയുന്നത് കേൾക്കാൻ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ വീട് നിയന്ത്രിക്കാൻ ഒരു ഭാര്യ, അങ്ങനെയല്ല. അതിലൊരു പാരസ്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുണ്ടാവുമ്പോഴാണ്, ഈ പരസ്പരം അറിയുമ്പോഴാണ് അവിടെ ആഹ്ലാദം ആനന്ദം ഒക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് എന്റെ പഴയ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. പഴയതുകൊണ്ട് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയല്ലേ. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടൊരു കാര്യം എന്താ അറിയോ, എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഇപ്പോഴത്തെ ലൈഫ്. എൻ്റെ സുഖ സൗകര്യങ്ങളാണെങ്കിലും ശരി, എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹമാണെങ്കിലും ശരി, ഒക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്കിതൊന്നും എവിടെയും കിട്ടിയിട്ടില്ല. എനിക്കിപ്പോഴാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. ഇപ്പം ഞാൻ പൊസസീവ്നെസ് ആവുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എക്സ്ട്രാ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ എനിക്കറിയാം ഒരു ദാമ്പത്യത്തിൽ എത്ര അറ്റം വരെ പ്രശ്നത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ മാഷാ അല്ലാഹ് നല്ല പോലെ അല്ലേ. പക്ഷെ ഒന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം പടച്ചോൻ തന്നപ്പോ ഇത്താത്തന്നെ ക്യാൻസർ എന്ന മാരക രോഗം. അത് എന്താ പറയുക, പിന്നെ ഓരോന്നും ഒരു ഏറ്റത്തിനൊരു ഇറക്കം, ഒരു സുഖത്തിനൊരു ദുഃഖം എന്നൊക്കെ പറയണ പോലെ, ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു എന്റെ ഭാര്യ പോയത്. അവള് ക്യാൻസർ വന്ന് കിടക്കപ്പായയിൽ കിടന്ന് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൾക്ക് ഉറപ്പായി, അവളുടെ മരണം ഉറപ്പായി. ഞാൻ അവളെ പല സമയത്തും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പലപ്പോഴും ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവളത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അവളെ മരണം അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനുഷ്യന്മാർ അങ്ങനെയാണ്. മരണമാവും അറിയാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അവരതിന് ഉൾക്കൊള്ളാൻ, അതിന് പാകപ്പെടും, മരിക്കാൻ പാകപ്പെടും. അവൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പോയാലിക്ക ഒരു നല്ല പെണ്ണിനെ കിട്ടിയിട്ട് ജീവിക്കണം, ഇക്കാക്ക് നല്ല പെണ്ണിനെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും അവള് ഇത് കണ്ട് ആസ്വദിക്കുന്നുണ്ടാവും. നമുക്ക് അത് പോവാം.